Algebra, delivering world-class education. കീഴായൂർ EMS സ്മാരക കലാസമിതി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പും രക്തദാന സേന രൂപീകരണവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ് ഉദ്ഘാടനം ചെയ്തു. കീഴായൂർ ഗവൺമെന്റ് UP സ്കൂളിലായിരുന്നു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കീഴായൂർ EMS സ്മാരക കലാസമിതി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ റെഡ്ഡിസ് ബ്ലഡ് ഇൻ കേരളയുടെയും തൃശൂർ IMA ബ്ലഡ് ബാങ്കിന്റെയും സഹകരണത്തോടെയാണ് രക്തദാന ക്യാമ്പും രക്തദാന സേന രൂപീകരണവും സംഘടിപ്പിച്ചത്. ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പിയിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചും പൊതുമേഖലയെ സംബന്ധിച്ചും വളരെ പ്രയാസം നൽകുന്ന ഒരു ദിവസമാണ്. കാരണം ഇന്ന് രാവിലെ തന്നെ വന്ന വാർത്ത പട്ടാമ്പിയുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ജോസ് ഡോക്ടറുടെ നിര്യാണമാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസം നമ്മൾ നേരിടുക ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ അത്താണിയാകുന്നത് എവിടെയാണോ അവിടേക്ക് ഓടിച്ചെല്ലുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു സഹജമായൊരു സ്വഭാവമാണ്. അങ്ങനെ പട്ടാമ്പിയിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അത്താണിയായി മാറിയ ഒരു മനുഷ്യൻ ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുക. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ നമുക്ക് ലഭിക്കുന്ന ഒരു സ്നേഹവും ലാളനയൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. എല്ലാവർക്കും അവരുടേതായ അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പേന പോലും അല്ലേ, ലോകത്ത് പിങ്ക് നിറത്തിൽ മഷി ഉപയോഗിച്ച് എഴുതുന്ന വേറൊരാളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്ത്, ഡോക്ടർമാരുടെ എഴുത്ത് ഇങ്ങനെയാണ് എന്ന് പട്ടാമ്പിക്കാർ പരിചയപ്പെടുന്നത് ജോസ് ഡോക്ടറുടെ എഴുത്തിലൂടെയാണ്. വിജയൻ ക്യാമ്പിന്റെ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, K രാജൻ മാസ്റ്റർ, ആനന്ദവല്ലി, ബാലചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.